2025 മെയ് മാസത്തിൽ നടക്കുന്ന CUET പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ടേൺ ടു ലേണിന്റെ PYQ ഡിസ്കഷൻ ആണ്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് 2023 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ്സ് അല്ലെങ്കിൽ മാച്ച് ദ ലിസ്റ്റിൽ എങ്ങനെയാണ് പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുക എന്നുള്ള ടെക്നിക്കാണ് നമ്മൾ നോക്കുന്നത്. ഇത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട സോഷ്യൽ റിഫോം മൂവ്മെന്റുമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും എളുപ്പത്തിൽ ഇത് സോൾവ് ചെയ്യാം. അതെങ്ങനെ നോക്കാം. നമുക്ക് തന്നിട്ടുള്ള മൂവ്മെന്റും അതുപോലെ തന്നെ ഫൗണ്ടേഴ്സിന്റെ ലിസ്റ്റ് ആണ് തന്നിട്ടുള്ളത്. ഇപ്പൊ ബ്രഹ്മ സമാജ്, സത്യശോധക് സമാജ്, യങ് ബംഗാൾ മൂവ്മെന്റ്, സെർവന്റ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി, ദെൻ ഹെൻറി വിവാൻ ജെറിസിയോ, അതുപോലെ തന്നെ ഗോപാലകൃഷ്ണ ഗോഖലെ, രാജാറാം മോഹൻ റോയ്, ജ്യോതിബ ഫുലെ. ഇതിന് നിങ്ങൾക്ക് അറിയുന്ന ഓപ്ഷൻസ് ആദ്യം ചെയ്യാൻ നോക്കുക, എന്നിട്ട് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യുക, ആൻസറിലേക്ക് എത്തുക. ഇതാണ് നമ്മുടെ ടെക്നിക്ക്. നമുക്കറിയാം ചെറിയ ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിക്കുന്നതാണ്. ബ്രഹ്മ സമാജ് സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. അപ്പോൾ A3 എന്നുള്ള ഓപ്ഷൻ രണ്ടെണ്ണം ഉള്ളൂ. അപ്പൊ എയും ബിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. എയും ബിയും ഒരിക്കലും വരില്ല എന്ന് ഉറപ്പിക്കാം. C or D is the right answer. അങ്ങനെയെങ്കിലേ അടുത്ത ഓപ്ഷനിലേക്ക് നോക്കാം. സത്യശോധക് സമാജ്, നമുക്കറിയാം ബ്രഹ്മ സമാജ് പഠിക്കുന്നത് പോലെ തന്നെ സത്യശോധക് സമാജ് അടുത്ത് നമ്മൾ പഠിക്കുന്നതാണ്. ജ്യോതിബ ഫുലെയാണ്. അപ്പോൾ B4 എന്നുള്ള ഇതുള്ളത്. അപ്പൊ B4 സിയിലും ഡിയിലും ഓപ്ഷൻ വന്നിട്ടുണ്ട്. ദെൻ യങ് ബംഗാൾ മൂവ്മെന്റ്, സെർവന്റ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്നുള്ളതാണ്. അപ്പൊ സെർവന്റ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്നുള്ളത് നമുക്കറിയാൻ പറ്റും ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ഫൗണ്ടിങ് ആണ് അല്ലെങ്കിൽ മൂവ്മെന്റ് ആണ് ഏത് സെർവന്റ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്നുള്ളത്. അപ്പൊ D2 എന്നുള്ള ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഈ രീതിയിൽ നമുക്ക് മാച്ച് ദ ഫോളോവിങ്സ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്തരത്തിലുള്ള നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, GK അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ ഹിസ്റ്ററി, ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള മാച്ച് ഫോളോവിങ്സ് അറിയുന്നത് ആദ്യം നമ്മൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഈ ടെക്നിക്ക് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക.